നമസ്കാരം. നമ്മൾ ഇത്രയും നാൾ ഒരു അതിശയോക്തി പറഞ്ഞുകൊണ്ട് നടന്നില്ലായിരുന്നോ? ബംഗാളികളാണ് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നത്, വേറെ ആരെയും കിട്ടാനില്ല എന്ന്. പക്ഷേ അവരുടെ ശബ്ദം നമ്മൾ കേട്ടിരുന്നില്ല, അവരുടെ സാന്നിധ്യം നേരിട്ട് നമ്മൾ അനുഭവിച്ചിരുന്നില്ല. അത് യാഥാർത്ഥ്യമായി. അരേ ഭായി, ये ബാനറൊക്കെ കൈസേ സംഘടിപ്പിച്ചു ഹേ? ഓ, നമ്മുടെ റേഷനാട്ടയുടെ പവറാണ്. ആ ഇൻക്ലാബിൻ്റെ ഒക്കെ ഒരു ശക്തി കണ്ടോ? അവർക്ക് പിന്നെ വെയിലും മഴയും ഒന്നും ഒരു കാര്യമല്ല. പണിയെടുക്കുന്ന കാര്യത്തിൽ അവരെ കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും നല്ല പണിക്കാരെ നോക്കി തിരഞ്ഞെടുത്ത് നിർത്തിയല്ലോ മാസ്റ്ററെ. അവർക്കൊക്കെ അവിടെ വന്നതിന്റെ കൃതജ്ഞതയായിട്ട് അപ്പം കൊടുക്കുന്നുണ്ടെങ്കിലേ ഗോതമ്പിലുള്ളത് കൊടുക്കണേ. പച്ചരി അവർക്ക് വലിയ പിടിയില്ല. ഞാൻ കേട്ടായിരുന്നു അതിഥി തൊഴിലാളികളൊക്കെ സൈഡ് ബിസിനസ്സുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്, ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ പരിപാടികളൊക്കെ അവർ മണിക്ക് വേണ്ടി നടത്തുന്നുണ്ട് എന്നൊക്കെ. ഇതിപ്പോൾ നല്ലൊരു മേഖലയായല്ലോ. ഇവർക്ക് വോട്ടുണ്ടോ മാസ്റ്റർ ഇപ്രാവശ്യം? ഏതായാലും പാവങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ഇങ്ങനൊരു മുദ്രാവാക്യം കാശ് കൊടുത്താൽ പോലും വിളിക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. ഇവിടുത്തെ അവസാന കാലത്തും അവരുടെ ശബ്ദം തന്നെ ഉയരട്ടെ, അതായിരിക്കും നിയോഗം. പക്ഷെ എന്താ ഉച്ചാരണ ശുദ്ധി, എന്താ ആവേശം! മലയാളികൾ വിളിക്കൂ ഇതുപോലെ? കുറെ പേരൊക്കെ പറയുന്നത് നിന്ന് ജയ് വിളിക്കുന്നവന്മാരില് ബംഗാളിലെ ബ്രാഞ്ച് സെക്രട്ടറി മറ്റേ MLA വരൊക്കെ ഉണ്ടെന്നാ. നമ്മക്കറിഞ്ഞൂടാട്ടാ. അരെ ബായ്, ഇവിടെ ഹാൻസ് ഒന്നും നെഹി കിട്ടൂല കേട്ടോ. അത് കിട്ടുമെന്നും പറഞ്ഞ് ആവേശം കൂട്ടണ്ട. ഹാൻസ് ഒക്കെ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. 500 പറഞ്ഞിട്ടുണ്ട്, 500 കിട്ടും എന്ന് വിചാരിക്കാം. പിടിച്ചു വാങ്ങിക്കുന്നതൊക്കെ നിങ്ങളുടെ മിടുക്ക്. ഈ ആവേശം പൈസ പിടിച്ച് വാങ്ങിക്കാനും കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വിളിച്ചാൽ വന്ന് പങ്കെടുക്കത്തില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. എന്ത് കോംപ്രമൈസ് വേണേൽ ചെയ്തോളും. 100-100 രൂപ എക്സ്ട്രാ വേണേൽ തന്നോളും. കാരണം അത്രയ്ക്ക് ആളിനിപ്പോൾ പഞ്ഞമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നിരന്തരം പൊറോട്ട തീറ്റിക്കാൻ വേണ്ടി മാവ് കുഴയ്ക്കുന്ന ആ കൈകൾ കൊണ്ട് നീട്ടി ആവേശത്തോടെ ഈ മുദ്രാവാക്യം വിളിക്കാൻ ഒരു അവസരം കൊടുത്തതിന് അങ്ങോട്ട് നന്ദിയുണ്ട്. കാരണം അവർക്കും വേണ്ട ഒരു ചേഞ്ച്. എന്നും ഈ പൊറോട്ട അടി, കല്ല് ചുമക്കല്, ഇതൊക്കെ തന്നെയല്ലേ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ, അവർക്കൊരു സന്തോഷം. ഇനി ഇതും ഒന്നും പോരാ. ഇവർക്ക് വേണ്ടി, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ കേരളോത്സവം ഇല്ലേ എന്ന് പറയുന്നത് പോലെ അതിഥി ഉത്സവങ്ങളോ അങ്ങനെ വല്ലതൊക്കെ നടത്തണം. അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ അവർക്ക് പുറത്തെടുക്കാൻ ഒരു സാഹചര്യം കൊടുക്കണം. പിന്നെ ഗോവിന്ദൻ മാസ്റ്ററെ, ആളെ കൂട്ടാനും ആളുകളുടെ ശ്രദ്ധ നേടാനും ആണെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു ഭജൻസ് ടീമില്ലേ, പിള്ളേരുടെ കൊച്ചു പയ്യന്മാർ കുറച്ച് പേരുള്ള നന്ദഗോവിന്ദ ഭജൻസ് ആണെന്ന് തോന്നുന്നു. അത് പിന്നെ സ്റ്റേജിൽ വലിയ ബഹളമൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി റാപ്പോ കോപ്പോ എന്തൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതിനൊക്കെ കുറേ പിള്ളേരൊക്കെ കൂടും. നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് അറിയത്ത് പോലും ഇല്ല. അവർക്ക് ഇടയിൽ നമുക്കൊരു പുതിയ പബ്ലിസിറ്റിയും കൂടിയാവും. ആ വഴികളും കൂടെ ഒക്കെ പിടിച്ച് നോക്ക്. ഏതായാലും 500-600 ഒക്കെ വെച്ച് ഓരോരുത്തരും കൊടുക്കണം. ആ പൈസ എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാമല്ലോ. അപ്പം നമ്മൾ കലയെ വളർത്തുന്നു എന്നും കൂടി അവകാശപ്പെടാം. എക്സ്ട്രാ ബോണസ്. മാസ്റ്റർക്ക് ഷാൾ അണിയിച്ചത് പണ്ടത്തെ ബംഗാൾ മുഖ്യമന്ത്രിയാണെന്നൊക്കെ ശത്രുക്കൾ പറയുന്നുണ്ട്. തന്നെ എന്നാൽ പിന്നെ മാസ്റ്ററുടെ യോഗം, മാസ്റ്ററേക്കാൾ ഫാൻസ് അങ്ങേർക്ക് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. കാര്യം ആളില്ലാ കസേരകളെ കുറിച്ച് നമ്മൾ നടത്തിയ വീഡിയോകളൊക്കെ ഗുണം ചെയ്തു കേട്ടോ. ആളെ എങ്ങനെ തികയ്ക്കും, എങ്ങനെ ആളെ കൂട്ടാന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് മാസ്റ്റർ ഇപ്പൊ കാണിച്ചത്. കൊള്ളാം, ഗംഭീരം. ഇതിനെയൊക്കെ നമ്മുടെ 10 വർഷത്തെ ഒരു ഭരണ നേട്ടമായിട്ട് കൂടി നമ്മൾ കണക്കാക്കണം കേട്ടോ. കാരണം കേരളത്തിലുള്ള മനുഷ്യരെല്ലാം നാട് വിടുകയാണ്. ബംഗാളികളൊക്കെ ഇവിടെ കൂടി വരുന്നു. ചില സ്ഥലങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇത് കേരളം തന്നെയാണോ? ഒറ്റ മലയാളികളെ കാണത്തില്ല. മിക്ക കടകളിലും ഇപ്പം അവർ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ക്ലോസറ്റിൻ്റെ മേളിൽ വെച്ച് ഇഡലിയുടെ മാവെല്ലാം കൂടെ കൂട്ടുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നില്ലേ? ആ കട പോലും പൊട്ടിച്ച് കാണത്തില്ല. ഇവരാണ് ഇനി ഇവരുടെ നിലനിൽപ്പിന് ആധാരം. അതുകൊണ്ട് മലയാളികളെ തഴഞ്ഞാലും ബംഗാളികളെ തഴയില്ല. മനസ്സില്ല പോരെ.
ഇലക്ഷന് തോറ്റ സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞില്ലേ, ജനങ്ങളോട് കുറച്ചുകൂടി മയത്തിലൊക്കെ പെരുമാറണം, അവരോട് ഏറ്റവും അടുത്ത് നിന്ന് സംസാരിക്കണം, അവരോട് നമ്മുടെ തലക്കനം കാണിക്കരുത്. ഇങ്ങനെയുള്ള പെരുമാറ്റ ശൈലികളാണ് ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ദേശിച്ചത്. അതായത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങനെ ഫണ്ട് വെട്ടിച്ചെന്ന്, അപ്പോൾ നിങ്ങൾക്ക് പറയാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മനസ്സില്ല, അത്രേ ഉള്ളൂ. അവസ്ഥ എവിടെ ചെന്നാലും വികസനത്തിനെ കുറിച്ച് തള്ളാൻ വേണ്ടി മൈക്കെടുത്ത് മുന്നോട്ട് വയ്ക്കുമ്പോഴേ ചോദ്യം വരുന്നത് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചതും സ്വർണ്ണക്കൊള്ളയുടെ കാര്യമൊക്കെയാണ്. ഇനിയിപ്പോൾ വികസന മുന്നേറ്റ യാത്ര എന്നുള്ള പേര് മാറ്റിയിട്ട് അഴിമതി വിശദീകരണ യാത്ര എന്നാക്കുന്നതായിരിക്കും ആപ്റ്റ്. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ പറയുന്നതെല്ലാം തെറ്റാ, അയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്നാണ് പറയുന്നത്. എന്നാലും അത് മോശമല്ലേ മാഷേ? 5-6 ദിവസം മുന്നേ വരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളല്ലേ. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെയൊക്കെ മുന്നിൽ വെച്ച് അയാൾ പറയുന്നതൊക്കെ തെറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോന്നാണ് മനസ്സിലാക്കേണ്ടത്? അത് അടഞ്ഞ അധ്യായമാണ്. ഞങ്ങൾ പണ്ടേ കഴിഞ്ഞ ജന്മത്തിലെ പുറത്താക്കിയ ആളാണ്. അയാൾ പറയുന്നതിനൊന്നും മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഫണ്ടിൻ്റെ കണക്കൊന്നും നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല എന്നൊന്നും പറയാതെ രക്തസാക്ഷി ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്തു, എത്ര രൂപ കിട്ടി, അതെങ്ങനെ ചിലവാക്കി എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ലൈവായിട്ട് വിശദീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ധൈര്യമായിട്ട് അങ്ങോട്ട് പറയാൻ എന്നാത്തിൻ്റെ കുറവാ മാസ്റ്ററെ? ഞങ്ങളെന്തിനാ കുഞ്ഞികൃഷ്ണ എന്ന് ജപിക്കുന്നത്? പോറ്റിയേ ഇറക്കിയേ, ഞങ്ങൾ അതൊക്കെ ജപിച്ചോളാം. ഈ ജപം ഇലക്ഷൻ വരെ തുടരണം, അത് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. 10-50 കൊല്ലം പാർട്ടിയിലുണ്ടായിരുന്ന ഒരാൾ വളരെ ഗൗരവമുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കൊന്നുമില്ല. അത് ഞങ്ങളൊരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. ഇങ്ങനെ മുഖത്ത് ഇത്തിരി പുച്ഛം തേച്ചങ്ങ് സംസാരിച്ചാൽ ജനങ്ങളങ്ങ് ഒതുങ്ങത്തില്ല. ആ ചോദ്യം അങ്ങ് ഇല്ലാതാകത്തില്ല, ചോദ്യത്തിൻ്റെ പ്രസക്തിയും ഇല്ലാതാകുന്നില്ല. അതങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നത് വരെ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുന്നത്? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല. ഈ തട്ടിപ്പുവാദികളും ഇരവാദികളും തമ്മിൽ കാലാകാലങ്ങളായി അകൽച്ചയിലായതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെ അസ്ഥാനത്തുള്ള അനാവശ്യങ്ങളായിട്ട് കാണുവാൻ മാത്രമാണ് താത്വികാചാര്യൻ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് കുറെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ്. ശരീരഭാഷയാണ് ശ്രദ്ധിക്കേണ്ടത്. ജനങ്ങളെല്ലാം ഈ ഒരു മുഖഭാവം, സകല നേതാക്കളുടെയും സ്ഥായി ഭാവം ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇവരുടെ. അത് മനസ്സിൽ കൃത്യമായിട്ട് ഒന്ന് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കുക. വോട്ട് ചെയ്യാൻ പോകുമ്പോഴും ഇവർ ഓരോ കാര്യങ്ങൾ തള്ളുമ്പോഴും ഒക്കെ ആ മുഖമായിരിക്കണം മനുഷ്യരുടെ മനസ്സിൽ ആവർത്തിച്ച് വരേണ്ടത്. അപ്പം മാസ്റ്റർ, നിങ്ങളുടെ ജപം തുടരട്ടെ, ഞങ്ങളുടെ ജപം ഞങ്ങൾ തുടർന്നോളാം.